ഹായ്, നേബോസ് പ്രറ്റി ഹോമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഒരുപാട് നാൾ കൂടിയാണ് വീഡിയോ ഇടുന്നത്. അപ്പം വീഡിയോ ഒന്നും ഇടാത്തതിന് കാരണം 2-3 ആഴ്ച മുമ്പ് എൻ്റെ അമ്മ മരിച്ചുപോയി. പിന്നെ അതിൽ നിന്ന് റിക്കവറൊക്കെ ആയി വരാൻ ഇത്ര സമയമെടുത്തു. പിന്നെ അതിൻ്റെ കൂടെ എനിക്ക് പനിയും ചുമയൊക്കെ ആയിരുന്നു. അതും ഒന്ന് മാറിക്കിട്ടാനൊക്കെ ഇത്രയും നാളെടുത്തു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഒക്കെ ഇടാതിരുന്നത്. നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് ഇതാണ്. ഇത് ഞാൻ നേരത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അന്ന് നല്ല ഡിമാൻഡുള്ളൊരു പ്ലാന്റായിരുന്നു. ഇത് വാഴച്ചെടിയല്ല കേട്ടോ, ഇതിൽ പൂക്കളുണ്ടാകത്തില്ല, ഒരു ലീഫി പ്ലാന്റാണ്. ഇതിൻ്റെ ഇലകൾ കാണാൻ ഭംഗി കൂടുതൽ, നല്ല യെല്ലോ കളറ്, നല്ല ഭംഗി. ഇതിനകത്ത് കണ്ടില്ലേ നിങ്ങൾ? അപ്പം ഇതിന് ഡയറക്റ്റ് സൺലൈറ്റ് വേണ്ട, എന്നാൽ വെളിച്ചം വേണം താനും. വെളിച്ചം അടിച്ചാലേ ഇതിൽ ഈ കളർ ഷെയ്ഡ് വരുള്ളൂ. ഡയറക്റ്റ് സൺലൈറ്റിൽ വെച്ചാൽ ഇതിൻ്റെ ഇലകളൊക്കെ കരിഞ്ഞു പോവേ. അപ്പം നല്ലൊരു പ്ലാന്റാണിത്, ഒരിക്കലും നശിച്ചൊന്നും പോകത്തില്ല. നല്ലൊരു പ്ലാന്റാണ്. ഇതുപോലെ പോട്ട് നിറയെ തിങ്ങി വളരുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള പ്ലാന്റാണ്. അതുകൊണ്ട് ഇതിലൊക്കെ കളർ വന്നതാണ്. അപ്പം സൺലൈറ്റ് അടിച്ച് അതിൽ ഈ കളർ വരത്തില്ല കേട്ടോ, ഗ്രീൻ കളറായി പോവും ലീഫിന്. അപ്പം ഡയറക്റ്റ് സൺലൈറ്റിൽ വെക്കരുത്. അപ്പോൾ എല്ലാ പ്ലാന്റിൻ്റെ വില ഞാൻ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട്. അടുത്തത് ചൈന ഡോൾ എന്ന് പറയുന്ന ഈ ഓർണമെൻ്റൽ പ്ലാന്റാണ്. നല്ലൊരു പ്ലാന്റ്, നമുക്ക് ഇൻഡോറിൽ ഔട്ട്ഡോറിൽ ഒരുപോലെ വയ്ക്കാവുന്ന പ്ലാന്റാണ്. നല്ല പ്ലാസ്റ്റിക് പോലാണ് ഇതിൻ്റെ ലീഫുകൾ ഇരിക്കുന്നത്. എന്താ ഇതിൽ കണ്ടില്ലേ, എന്തോ നല്ല ഗ്ലേസിങ് ആണ് ഇലകൾക്ക്. അപ്പം ചിലരൊക്കെ നമ്മളോട് ചോദിക്കാറുണ്ട് ഇത് പ്ലാസ്റ്റിക് ആണോ എന്ന്. അപ്പം ഇൻഡോറിലൊക്കെ വയ്ക്കാൻ നല്ലൊരു പ്ലാന്റാണ്. ഇതിൻ്റെ ഈ ഇത്രയുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. ഇത് റെഡ് പാമിൻ്റെ തൈകളാണ്. ഇതിൽ 2-3 തൈകൾ ഇതിൻ്റെ ചുവട്ടിൽ തന്നെ ഉണ്ട്. അപ്പം നമ്മൾ മണ്ണിലേക്കൊക്കെ ഒരു പോട്ടിലേക്കൊക്കെ നട്ടാൽ പെട്ടെന്ന് വളർന്ന് അതിൻ്റെ സ്റ്റിക്കിനൊക്കെ റെഡ് കളർ ആയിക്കോളും. അടുത്തത് പർപ്പിൾ വെൽവെറ്റ് എന്ന് പറഞ്ഞ പ്ലാന്റാണ്. നമുക്ക് ഹാങ്ങിങ് ആയിട്ടും ഒക്കെ ഇടാം. അതുകൊണ്ട് ഹാങ്ങിങ് ഇടുമ്പോൾ ഇതിൻ്റെ അടിയിലെ നല്ല പർപ്പിൾ കളർ നന്നായിട്ട് നമുക്ക് കാണാം. ഒരു വെൽവെറ്റ് പോലുള്ള ലീഫുകളാണ് ഇതിനുള്ളത്. ഇത് വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിഫൻബാഗിയ പ്ലാന്റ് ആണ്. നല്ല ഭംഗി ഇതിൻ്റെ ഇലകൾ കാണാൻ. ഇതുപോലെ നീളത്തിലാണ്, വാഴയില പോലെ നീളത്തിലാണ് ഇതിൻ്റെ ലീഫുകൾ ഇരിക്കുന്നത്. ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ്. പിന്നെ ഇത് ഗോൾഡൻ കാസ്കേഡാണ്. ഇത് നമ്മുടെ അവിടെയുള്ള പ്ലാന്റാണ്. ഇതിൽ നിറയെ പൂക്കൾ വരുന്നുണ്ട്, ഇഷ്ടംപോലെ പൂക്കളുണ്ടാകും. നമ്മളിത് ഇടയ്ക്ക് കട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇതിൽ കുറവുള്ളത്. അപ്പോൾ നമ്മൾ വീടുകളിലൊക്കെ നമ്മൾ കട്ട് ചെയ്താൽ നല്ലപോലെ പടർത്തി വളർത്തുവാണെങ്കിൽ ഒരുപാട് പൂക്കളുണ്ടാകും. ഇതിൽ നിറയെ ഇവിടെയൊക്കെ മുട്ട് വരുന്നുണ്ട്. നമ്മൾ കമ്പെടുക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്യും. ഇതിൻ്റെ ഇതുപോലുള്ള നല്ല തൈകളാണ്. ഇത് ഗോൾഡൻ മിൽക്കി എന്ന് പറയുന്ന പ്ലാന്റിൻ്റെ നമ്മുടെ മദർ പ്ലാന്റാണ്. ഇതുപോലെ നല്ല ബുഷിയായിട്ട് വളരും. ഇൻഡോറിലൊക്കെ നമുക്ക് വയ്ക്കാൻ നല്ലൊരു പ്ലാന്റാണ്. അതുപോലെ ഔട്ട്ഡോറിലും വെക്കാൻ ഡയറക്റ്റ് സൺലൈറ്റ് വേണ്ട ഇതിന്. അപ്പോൾ അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ്. ഇൻഡോറിൽ വെക്കാൻ നല്ലൊരു പ്ലാന്റാണ്, ഒട്ടും കെയറൊന്നും വേണ്ടാത്തൊരു പ്ലാന്റാണ്. അതുപോലെ ഔട്ട്ഡോറിലും വെക്കാം. ഇത് ഫിലോഡൻഡ്രോൻ്റെ ഒരു നല്ലൊരു വെറൈറ്റിയാണ്, നല്ല ഡിമാൻഡുള്ളൊരു വെറൈറ്റിയാണ്. അതിൻ്റെ ലീഫിൽ നല്ല മാർബിൾ പോലെ ഡിസൈനുണ്ട്. നല്ല വലിയ പ്ലാന്റാണ്, അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇതുകൊണ്ട് അതിൽ നല്ലൊരു യെല്ലോ കളർ ഒരു ഡിസൈൻ വന്നിട്ടുണ്ട്. അതിൻ്റെ തളിരില കണ്ടില്ല, പുതിയ ഇല, നല്ല നിയോൺ കളറാണ്. നല്ല വലിയ പ്ലാന്റുമാണ്. നമുക്കൊന്നുകൂടെ കട്ട് ചെയ്തിട്ട് ഒരു തൈ കൂടെ വേണം ഉണ്ടാക്കാം. അതുപോലെ വലുപ്പമായതാണ്. അടുത്തതും ഒരു ഡിഫൻബാഗിയ പ്ലാന്റാണ്. വൈറ്റ് കളറ് അരികിൽ കൂടെ വരുന്ന, പിന്നെ അതിനകത്ത് ഗ്രീൻ കളർ സ്പ്രെഡ് ചെയ്തിട്ടുള്ള ഒരു പ്ലാന്റാണ്. ഇത് നല്ലൊരു വെറൈറ്റിയാണ്. അടുത്തത് ലക്കി ബാമ്പുവിൻ്റെ ഒരു വെറൈറ്റിയാണ്. നേരത്തെ ഞാനിത് കൊണ്ടുവന്നിട്ടുണ്ട്, അന്ന് തീർന്നു പോയായിരുന്നു. പുതിയത് വീണ്ടും വന്നിട്ടുണ്ട്. ഒരു വെറൈറ്റി ആയിട്ടുള്ള ലക്കി ബാമ്പുവാണ്.
ഇത് ലക്കി ബാമ്പുവിൻ്റെ വൈറ്റ് കളറ്. ഇതും നല്ല ഭംഗിയാണ്. രണ്ടും ഇൻഡോറിലും ഔട്ട്ഡോറിലും ഒരുപോലെ ഭംഗിയുള്ള ചെടികളാണ്. നമുക്ക് വെള്ളത്തിൽ വേണേലും ഇത് വളർത്താം. കിച്ചണിലൊക്കെ ഒരു കൂട്ടിൽ വെള്ളത്തിലിട്ട് വെക്കാനൊക്കെ നല്ല ഭംഗിയാണ് ഇതിന്. ഇത് ഗോൾഡൻ ഡ്രസ്സീനയാണ്. നല്ല നിയോൺ കളറാണ് ഇതിന്. അത്രയും ഭംഗിയാണിതിന്. ഇത് നമുക്ക് ഇൻഡോറിലും ഔട്ട്ഡോറിലും ഒരുപോലെ വയ്ക്കാവുന്ന പ്ലാന്റാണ്. ഇതിൽ ഇൻഡോറിൽ വെക്കുമ്പോൾ ഇത്തിരി പ്രകാശമുള്ളിടത്ത് വെക്കണം, എന്നാലേ ഇതിന് കളർ വരുള്ളൂ. പിന്നെ ഇത് ബ്ലാക്ക് അലോക്കേഷ്യയുടെ തൈകളാണ്. ഇത് ഹാങ്ങിങ് പ്ലാന്റ് ആണ്. ഇതിന് ചെറിയ വിലയുള്ളൂ. 3-4 കട്ടിങ്സാണ് തരുന്നത്. പിന്നെ ടേബിൾ റോസിൻ്റെ കട്ടിങ്സ് ഉണ്ട്. 3 കളറാണുള്ളത്. പിങ്ക് ഉണ്ട്, യെല്ലോ കളറുണ്ട്, പിന്നെ ലൈറ്റ് പിങ്കും ഉണ്ട്. 3 കളറുണ്ട്. 3 കളറിൻ്റെ കട്ടിങ്സിനാണ്, 2 കട്ടിങ്സ് വെച്ചുള്ളതിനാണ് 30 രൂപയെ. 3 കളറിനൂടാണ് 30 രൂപയെ. പിന്നെ അടുത്തത് ഈ ഡിഫൻ ബാക്കിയ പ്ലാന്റാണ്. ഗ്രീനിനകത്ത് ഈ വൈറ്റ് ലൈൻ നടുക്കൂടെ വരുന്നത്. ഇതൊക്കെ ബുഷായിട്ട് വളരുമ്പോഴാണ് നല്ല ഭംഗി. ഇൻഡോറിൽ വെക്കുമ്പോൾ പെട്ടെന്ന് ഇതിന് തൈകളുണ്ടാകുകയും ചെയ്യും. നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ തൈകളാണ്. പിന്നെയുള്ളത് ഈ സിങ്കോണിയാണ്. ഇത് ഒരു വൈറ്റ് പോട്ടിലൊക്കെ ആക്കി നമുക്ക് ഹാങ്ങിങ് ആയിട്ടോ ഇൻഡോറിലോ ഒക്കെ വെക്കാൻ പറ്റും. ഔട്ട്ഡോറിലും വെക്കാൻ പറ്റുന്ന പ്ലാന്റാണ്. പിന്നെ കോളീസ് പ്ലാന്റിൻ്റെ കുറച്ച് റൂട്ടഡ് ആയിട്ടുള്ള തൈകളുണ്ട്. ഇത് കേളിയായിട്ട് ലീഫ് വരുന്ന നല്ലൊരു വെറൈറ്റിയാണ്. റൂട്ടഡ് ആണല്ല. അടുത്ത ഇതുപോലെ ഒരു ഫ്ലവറിൻ്റെ ലീഫ് കട്ട് ചെയ്ത പോലെയാണ് അതിൻ്റെ ഷേപ്പ് ഇരിക്കുന്നത്. ഇത് നല്ലൊരു വെറൈറ്റിയാണ്. പിന്നെ ഇത് ബിഗോണിയയുടെ ക്രീപ്പറായിട്ടുള്ള ബിഗോണിയ. അതുണ്ടോ, നല്ല കളർ ഷെയ്ഡാണ് ഇതിൽ വന്നിരിക്കുന്നത്. നല്ല ഭംഗി ഇതിൻ്റെ ഇലകൾ കാണാൻ. ഇതുണ്ടോ കളർ വന്നിരിക്കുന്നത് കണ്ടോ. ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകൾ. ഇതിന് ഓൺലൈനിലൊക്കെ അത്യാവശ്യം നല്ല റേറ്റുള്ള പ്ലാന്റാണ്. അപ്പം നമ്മൾ അത് നമ്മുടെ കയ്യിൽ തൈകൾ ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് നമ്മൾ വില കുറച്ച് കൊടുക്കുകയാണ്. ഇതുപോലെ നല്ല വലിയ തൈകളാണ്. എല്ലാം നല്ല വള്ളിയായിട്ട് വളരാൻ തുടങ്ങിയതാണ്. ഇന്നത്തേത് ക്രോട്ടൺ പ്ലാന്റാണ്. ഇതുപോലെ ഡിസൈൻ വരുന്ന ക്രോട്ടൺ പ്ലാന്റാണ്. ഡ്വാർഫ് വെറൈറ്റിയാണ്. ഇതിനൊക്കെ ചെറിയ വിലയേ ഉള്ളൂ. ഇത് വേറൊരു വെറൈറ്റി. അടുത്തത് അഗ്ലോണിമ ബട്ടർഫ്ലൈയുടെ പ്ലാന്റാണ്. എല്ലാം വലിയ പ്ലാന്റുകളാണ്. ഇതും വലിയ പ്ലാന്റാണ്. അടുത്തതും അഗ്ലോണിമയുടെ തന്നെ ഒരു വെറൈറ്റിയാണ്. ഇത് നല്ല ഭംഗിയാണ്. നമുക്ക് കളറുള്ള അഗ്ലോണിമാസ് വെക്കുന്നതിലും റെഡ് കളർ അങ്ങനെയുള്ളതൊക്കെ വെക്കുന്നതിലും ഒട്ടും കെയർ വേണ്ടാത്തത് ഈ ഗ്രീൻ കളർ വെക്കുന്നതാണ്. പെട്ടെന്നൊന്നും നശിച്ചും പോകത്തില്ല. റെഡ് കളറിനൊക്കെ നല്ല കെയർ വേണം. അടുത്തത് ഈ പ്ലാന്റാണ്. ഇത് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ്. ഇതും ഒരു ലീഫി പ്ലാന്റാണ്. നല്ല തിക്കായിട്ട് വളരുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. നമുക്ക് കട്ട് ചെയ്ത് നിർത്താം. ഇതിൻ്റെ കട്ടിങ്സ് വെച്ചും പിടിപ്പിക്കാം. ഇതിൽ ഒരു ചെറിയ പൂക്കളുണ്ടാകും, പക്ഷേ ഇതിൻ്റെ പൂക്കളെക്കാട്ടിലും ഭംഗി ഇതിൻ്റെ ലീഫിനാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ പ്ലാന്റ്സുകൾ. ഇതിലേതിലൊക്കെ പ്ലാന്റ്സ് വേണമെങ്കിൽ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇട്ടാൽ മതി. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.